ശിവം ശിവോത്തമം ശിവമാർഗ പ്രണേതാരം പ്രണതോസ്മി സദാശിവം. കൃഷ്ണ മഹായോഗിൻ ഭക്താനാം അഭയങ്കര ഗോവിന്ദ പരമാനന്ദ സർവം മേ വശമാനയ. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്ന സർവ പ്രചോദയാത്. സായി രാമായ വിദ്മഹേ ആത്മാരാമായ ധീമഹി തന്നോ പാപ പ്രചോദയാത്. നമ്മൾ ഇതുവരെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ 2-3 പ്രാവശ്യം നമ്മൾ വായിച്ചത് പല ജയിലുകളിലുള്ള ജയിൽ പുള്ളികൾക്ക് അവരുടെ ചില അനുഭവങ്ങൾ, ഭഗവാൻ അവരെ മനസ്സ് മാറ്റി അവരെ നല്ല രീതിയിലേക്ക് ആക്കിയതും അവർക്ക് അനുഗ്രഹം കൊടുത്ത കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് നമുക്ക് വായിക്കാം. താഴ്ന്ന തരം ലോഹങ്ങളെ രാജലോഹമായ കനകമാക്കി പരിവർത്തനം ചെയ്യുമ്പോഴുള്ള ഈ പരിവർത്തനങ്ങളുടെ കഥ ഒരു കത്തുകൂടി ഉദ്ധരിച്ച് അവസാനിപ്പിച്ചു കളയാം. സായിയിൽ നിന്നും പ്രചോദനം ലഭിച്ച സാധകരുടെ സംഘത്തിൽ വന്നുപെടുവാനുള്ള ഭാഗ്യം ആ ലേഖകനുണ്ടായി. അയാൾ എഴുതുന്നു: എന്റെ ജന്മദേശം നേപ്പാളാണ്. നേപ്പാൾ നിവാസികൾ ഈശ്വരഭയമുള്ളവരാ. അങ്ങു തന്നെ ഹിമാലയത്തിലേക്ക് ചെന്നിട്ട് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. പഴയ കർമ്മങ്ങളുടെ ഫലമായിട്ടും പാപത്തിന്റെ ഫലമായിട്ടും ഞാനിപ്പോൾ തടവ് ശിക്ഷ അനുഭവിക്കുകയാകുന്നു. ഇത് തനിയെ ഒരു ചീത്ത കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല. ഇതെന്റെ നന്മയ്ക്ക് വേണ്ടി തന്നെയാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. എന്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് അങ്ങ് എഴുതിയിട്ടുണ്ട്, കമലനാഭനും കഷ്ടപ്പാട് വരും എന്ന്. അതിനാൽ സാധുവായ എന്നെക്കുറിച്ച് എന്തു വിശേഷം? കുറെ മാസങ്ങളായി അങ്ങയുടെ ദിവ്യനാമജപവും ചരിത്ര വായനയും ഈ തടവിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഭക്തിപ്രവാഹത്തിൽ എന്റെ മനസ്സു ലയിച്ചു പോയിരിക്കുന്നു. അങ്ങ് കുറച്ചു ദിനങ്ങൾക്ക് മുമ്പ് അയച്ച കത്ത് മറ്റു പലർക്കും ഉണ്ടാക്കിയതിനേക്കാൾ വലിയ മാറ്റം എന്നിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എന്റെ പ്രശ്നങ്ങളെപ്പറ്റി എഴുതിയതാണോ എന്ന് എനിക്ക് തോന്നി. അത് വായിച്ചപ്പോൾ ഞാൻ വിസ്മയഭരിതനായി, മൂകനായിപ്പോയി. അങ്ങയുടെ പരമകാരുണ്യം ഒരാളിൽ എപ്പോഴാണ് വന്നു ചുരുങ്ങുക എന്ന് ആർക്കു പറയാൻ കഴിയും? അങ്ങന്റെ ഹൃദയത്തിൽ പാർപ്പാക്കിയിരിക്കുന്നു. ഞാൻ അങ്ങയെ എന്റെ ഹൃദയസായി എന്നാണ് വിളിക്കാറ്. ഇതിൽ ഒരു അവസാനം ഒരു കഥ കൂടി പറയാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എഴുതുന്നത്. ഈ താഴ്ന്ന ലോഹങ്ങളെ, ഇപ്പോ ഇരുമ്പിനെയും ചെമ്പിനെയും ഒക്കെ എങ്ങനെ സ്വർണമാക്കിയിട്ട് പരിവർത്തനം ചെയ്യും പോലെയാണ് ഭഗവാൻ വളരെ മോശമായിട്ട് നടന്നവരെയൊക്കെ നല്ല രീതിയിലേക്ക്, നല്ല മനുഷ്യന്മാരാക്കി മാറ്റുന്ന കാര്യങ്ങൾ ചെയ്യാറുള്ളതെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോ ഇതെഴുതിയ ആൾ പറയാണ്, എനിക്ക് ഭഗവാന്റെ കഥകളൊക്കെ കേൾക്കാൻ ഭഗവാന്റെ സാധകന്മാരുടെ സംഘത്തിൽ എത്തിപ്പെടാനുള്ള മഹാഭാഗ്യം ഉണ്ടായി എന്ന്. അയാൾ പറഞ്ഞു അയാൾ ജന്മദേശം നേപ്പാളാണ്. നേപ്പാളികൾ സാധാരണ രീതിയിൽ നല്ല ഈശ്വരഭയമുള്ളവരാ. അത് ഭഗവാൻ അറിയണ കാര്യമാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുക. അയാൾ പറഞ്ഞു പല കാരണങ്ങളെ കൊണ്ടും എനിക്ക് എൻ്റെ കർമ്മഫലമായിട്ട് ഒരു തടവ് ശിക്ഷ അനുഭവിക്കാൻ പറ്റി. അതുകൊണ്ടാണ് ഇപ്പൊ എനിക്കതൊക്കെ കേൾക്കാൻ പറ്റിയത്. പക്ഷെ ആ തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ അത് ഒരു ചീത്ത കാര്യമാണെന്ന് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അയാൾക്ക് തടവ് ശിക്ഷ അനുഭവിക്കുമ്പോൾ അയാൾ ഇതൊക്കെ കേട്ടിട്ട് അയാൾക്ക് മനസ്സിലായി അത് ഒരു ചീത്ത കാര്യമാണെന്ന് അയാൾ കരുതിയില്ല. കാരണം അയാൾക്ക് അത് തൻ്റെ കർമ്മഫലമാണ്. ആ കർമ്മഫലം അനുഭവിക്കാതെ അയാൾക്ക് അയാളുടെ ലക്ഷ്യസ്ഥാനമായ മോക്ഷത്തിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ആളാണെന്ന് നമ്മൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കണം. അപ്പോ ഇവിടെ ഈശ്വരന് പോലും കഷ്ടപ്പാട് വരുന്നു. അങ്ങ് ഒരിക്കല് എൻ്റെ സുഹൃത്തുക്കളിൽ ഒരാൾക്ക് അങ്ങൊരു എഴുത്തെഴുതിയിലുണ്ടായിരുന്നു. അപ്പൊ ഈ സാധുവായ എൻ്റെ സ്ഥിതി എന്താ? ഞാനിപ്പോ കുറെ മാസങ്ങളായിട്ട് അങ്ങയുടെ ദിവ്യനാമം ജപിച്ചുകൊണ്ടിരിക്കുക. ചരിത്ര വായന എന്ന് പറയുന്നത് ഈ സത്യം ശിവം സുന്ദരത്തിന്റെ കാര്യമാണ് പറയണത്. അതിങ്ങനെ വായിച്ചുകൊണ്ട് ആ ജയിലിൽ ഇതൊക്കെ വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കേട്ടുകൊണ്ട് ഞാൻ നാമം ചൊല്ലിയും കൊണ്ടിരുന്നിട്ട് കുറെ മാസങ്ങളായി. അങ്ങ് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങളെ ജയിലിലേക്ക് അയച്ചൊരു കത്ത് എന്നിൽ വലിയ മാറ്റം ഉണ്ടാക്കി. അത് എൻ്റെ പ്രശ്നത്തെ പറ്റിയിട്ടാണോ അങ്ങ് എഴുതിയതെന്ന് തന്നെ തോന്നിപ്പോയി. അത് വായിച്ചപ്പോൾ ഞാൻ അത്ഭുത സ്തംഭനായിപ്പോയി. അങ്ങയുടെ പരമകാരുണ്യം എപ്പോഴാണ് ഒരാളിൽ വന്നു കയറുക എന്ന് പറയാൻ സാധിക്കില്ല. അങ്ങ് എൻ്റെ ഹൃദയത്തിലെ സ്ഥിരമായ താമസം തുടങ്ങിയിരിക്കുന്നു. അപ്പൊ അങ്ങ് എൻ്റെ ഹൃദയത്തിലെ ഹൃദയവാസിയായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അപ്പൊ ഈ ഒരു ആള് തടവ് ശിക്ഷ അനുഭവിച്ചിട്ട് അയാളെ എന്തോ കുറ്റത്തിന് ശിക്ഷിച്ചാണ്. അയാൾക്ക് മനസ്സിലായി അങ്ങനെ അതൊക്കെ നമ്മൾ ചെയ്യാനുള്ള കാരണം ഓരോ കർമ്മഫലങ്ങൾക്ക് അനുസരിച്ചിട്ടാണ്.
പക്ഷെ അങ്ങനെയുള്ള സമയങ്ങളിലും ഈശ്വരന്റെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ വേണ്ട വിധത്തിൽ ഉപയോഗിക്കണം. ആധ്യാത്മിക മാർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ആ ചീത്ത കാര്യങ്ങളെയൊക്കെ മാറ്റിയിട്ട് നല്ല സ്വഭാവത്തിലേക്ക് എത്തി മുഴുവൻ ഈശ്വരനിൽ അർപ്പിക്കാൻ സാധിക്കണം. അങ്ങനെ അർപ്പിക്കുമ്പോൾ ഉണ്ടാവുന്ന സുഖം, ധൈര്യം, അതിനെപ്പറ്റിയൊക്കെയാണ് ഇതിലെ പരാമർശിക്കുന്നത്. അത് നമുക്ക് ഒരു പാഠമാവേണ്ടതാണ്. നമ്മളൊക്കെ തന്നെയും എന്തെങ്കിലുമൊക്കെ വരുമ്പോഴേക്ക് ഭഗവാൻ എനിക്ക് അങ്ങനെ ചെയ്തില്ലേ, എങ്ങനെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ട് അങ്ങനെ ആയില്ലേ എന്നൊക്കെ പറയുന്ന ഒരുപാട് ഭക്തന്മാർ, ഈ പറയുന്ന ഞാനും പോലും ചിലപ്പോഴൊക്കെ അങ്ങനെ ചിന്തിക്കാറുണ്ട്. ഇത്രയൊക്കെ നാമം ചൊല്ലിയിട്ട്, ഇത്രയൊക്കെ ഭഗവാന്റെ പ്രവർത്തനം ചെയ്തിട്ട്, ഇത്രയൊക്കെ നമ്മളെ ഈ പ്രസാദനിലയത്തിൽ ഡ്യൂട്ടിക്കൊക്കെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ആത്മാർത്ഥതയോടുകൂടി ഭഗവാനിൽ അർപ്പിച്ച് ചെയ്തിട്ടൊക്കെയും നമ്മ ഇങ്ങനെ പല പല അവസരങ്ങളിലും ഒരുപാട് സങ്കടങ്ങളും കഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ തരുന്നതായിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ അടിക്കടി വന്നുകൊണ്ടിരിക്കുന്നു. എന്താ ഭഗവാൻ ഇങ്ങനെ ശ്രദ്ധിക്കാതിരിക്കുന്നത്? ഇത്രയൊക്കെ ഞാൻ ചെയ്തിട്ട് ഇങ്ങനെയാണോ എനിക്ക് വരുന്നത് എന്ന് തോന്നുമ്പോ അവിടെ ഒരു ബാർട്ടറിന്റെ സ്ഥിതി വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ എനിക്ക് ഇങ്ങനെയൊക്കെ ഭഗവാൻ ചെയ്യണം. അത് ആധ്യാത്മികതയില് ശരിക്കും പറഞ്ഞാൽ ശരിയായ ഒരു കാര്യമല്ല. നമ്മളിവിടെ വരുന്നത്, നമ്മളിവിടെ അനുഭവിക്കുന്നത്, നമ്മളുടെ ഇവിടുത്തെ പ്രയാസങ്ങൾ, ഇതൊക്കെ നമ്മൾ ചെയ്തു വെച്ചതിന്റെ കാര്യങ്ങളാണ്. ആ ജന്മത്തിൽ അത് ചെയ്ത് തീർക്കാൻ പറ്റാതെ അതിനു മുമ്പ് ശരീരം ജീർണിച്ചു പോയപ്പോൾ ആ ശരീരം മാത്രമേ ജീർണിക്കുന്നുള്ളൂ. അതിൻ്റെ ഉള്ളിലുള്ളതായിട്ടുള്ള ആ ജീവാത്മാവിന് നാശമില്ല. ആ ജീവാത്മാവ് നശിക്കണമെങ്കിൽ അത് അവസാനം ജീവൻ മുക്ത ഭാവത്തിലെത്തണം. ജ്ഞാനത്തിൽ കൂടിയിട്ട് ഞാൻ ആത്മാവാണ് എന്ന ബോധ്യത്തിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ആ ജീവന്റെ ആ സ്ഥിതി മാറുള്ളൂ. അല്ലെങ്കിൽ ആ ജീവന് ഇനിയും ജനിക്കണം, ഒരു ശരീരം എടുക്കണം, ഇവിടെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ ഉള്ള അതിന് ഉത്തരം പറയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിന് കണക്ക് തീർക്കാൻ വേണ്ടിയിട്ട്. അത് ഒന്നിച്ചു വരുമ്പോൾ അതിനെ സഞ്ചിത കർമ്മം എന്ന് പറയും. കഴിഞ്ഞ ജന്മത്തിലെ ബാക്കിയുള്ളതൊക്കെ കൂടി ഈ ജന്മത്തിലേക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ അതിനെ തീർക്കുമ്പോൾ അത് പ്രാരബ്ധം അനുഭവിച്ചു പറയും നമ്മൾ. അത് എൻ്റെ പ്രാരബ്ധം എന്ന് പറയുമ്പോൾ അത് കൊണ്ടുവന്ന് തീർക്കുകയാണ്. അപ്പൊ അത് തീർക്കുമ്പോൾ ഇപ്പൊ നമുക്കൊന്നും അറിയില്ലല്ലോ, പക്ഷെ നമ്മൾ അങ്ങനെ വിശ്വസിക്കണം, അങ്ങനെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് മാത്രമാണ് നിങ്ങളെ ഇവിടെ ഈ ദുഃഖങ്ങളും കഷ്ടങ്ങളും അതേമാതിരി സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കുന്ന. അത് ഇവിടെ ഈ മായാനിർമ്മിതമായിട്ടുള്ള പ്രപഞ്ചത്തിൽ, ആ ലോകത്തില് അത് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ ദുഃഖവും കഷ്ടവും അനുഭവിക്കുമ്പോൾ അത് കഴിഞ്ഞ ഈ വ്യാവഹാരിക പ്രാതിഭാസികമായ ലോകത്തിൽ തന്നെ നടക്കുന്ന ഒരു കാര്യം. കാരണം നമ്മളെ ജനനവും മരണമൊക്കെ പ്രാതിഭാസിക, സത്യമല്ല. അപ്പൊ ഒരു സ്വപ്നത്തിൽ കാണുന്ന പോലെ നമ്മൾ ഇപ്പോ ഇവിടെ ജാഗ്രതയിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രം. അതില് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്തതിന്റെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ദുഃഖമായിരിക്കും, ചിലപ്പോൾ സന്തോഷമായിരിക്കും. അപ്പൊ അതിനൊക്കെ ആ വില കൊടുത്താൽ മതി. അപ്പൊ നമ്മൾ ആധ്യാത്മികമായ തത്വം മനസ്സിലാക്കണം. ഇവിടെ വരുന്ന ചേരുന്നത് ഒക്കെ തന്നെയും മാറി മറിയുന്നതും സത്യമല്ലാത്തതുമാണ്. സത്യമായതിലേക്ക് ഏകാഗ്രമായ ശ്രദ്ധ ചെലുത്തിയിട്ട് അതിലേക്ക് മുഴുവനുമായിട്ടും സമർപ്പിക്കുക. അത് എവിടെയുള്ളത്? അത് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള ആത്മാവാണ്. നമ്മളിപ്പോ ഇതൊക്കെ സംസാരിക്കുന്നു, പറയുന്നു. നമ്മൾ ആരെങ്കിലും ഒരു 10-15 മിനിറ്റ് നേരെങ്കിലും നമ്മുടെ ആത്മാവുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ? ഞാൻ ആത്മാവാണെന്ന ബോധ്യത്തില് മറ്റൊന്നും ചിന്തിക്കാതെ നമുക്ക് നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? സാധിക്കുന്നവരില്ല എന്നല്ല ഞാൻ പറയുന്നു. ഉണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാര്. അവർ ഭഗവാൻ വിചാരിച്ച ആ ഭാവത്തിലേക്ക് എത്തിക്കഴിഞ്ഞു. അങ്ങനെയുള്ളവർക്ക് ഇതിനെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. പെട്ടെന്ന് ചിലത് വരുമ്പോ ഒരു സങ്കടമോ അല്ലെങ്കിൽ അടക്കാൻ വയ്യാത്ത സംഗതിയോ പെട്ടെന്ന് വന്നു എന്ന് വരും. പക്ഷെ ഉടനെ തന്നെ അവര് ആ കാര്യം മനസ്സിലാക്കിയിട്ട് പിന്നെയും സമചിത്തത നേടിയെടുക്കും. അങ്ങനെ പോയിപ്പോ ഒരു അവസരമാകുമ്പോഴേക്ക് അവർക്ക് ഈ ഒരു ലോകം അല്ലെങ്കിൽ ഈ ജീവിതം ഇത് മാറി മറയുന്നതാണ്. ഇതൊരിക്കലും പാരമാർത്ഥികമായൊരു ഭാവമല്ല, പ്രാതിഭാസികവും വ്യാവഹാരികവുമാണ്. പ്രാതിഭാസികമായിട്ടുള്ള ഭാവത്തിലേക്ക് ഈ ഭൗതികമായ കാര്യങ്ങളിലൊക്കെ അതൃപ്തി തോന്നിയിട്ട് ഈ ഭൗതിക കാര്യങ്ങളിലൊന്നും ആസക്തി ഇല്ലാതെ അങ്ങനെ മുന്നോട്ട് പോകുന്ന കുറെ ഇങ്ങനെ കാലങ്ങളൊക്കെ പിടിക്കും. ഇതിന് എളുപ്പമൊന്നുമല്ല. അങ്ങനെ മെല്ലെ ആ ജീവൻ ആത്മാവുമായിട്ട് കൂടിച്ചേരും.
അപ്പൊ അതാണ് ഇവിടെ ഈ ഇപ്പൊ ഇത് ഈ കഥയില് ഈ ഒരു തടവുകാരനത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആ വന്നതിൽ ഇതിലിപ്പോ സങ്കടമൊന്നുമില്ല, കാരണം അത് എൻ്റെ ആ മോശമായൊരു കാര്യത്തെ ഇല്ലാതാക്കാണ്. അത് തീർന്നില്ലെങ്കിലോ എനിക്ക് ഇനി ജനിക്കേണ്ടി വരും, അവിടെ തീർന്നു പോയിക്കോട്ടെ, പ്രാരബ്ധത്തിനൊക്കെ കടിച്ചമർത്തിയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അനുഭവിക്കുക. അപ്പൊ ഈ ഒരു തത്വം അറിഞ്ഞു കഴിഞ്ഞാൽ അനുഭവിക്കുമ്പോൾ കുറെ വ്യത്യാസമൊക്കെ ഉണ്ടാവും. നമുക്ക് അത്ര വലിയൊരു സങ്കടമോ കഷ്ടമോ ഒന്നും തോന്നില്ല, കാരണം ഞാൻ തന്നെ ചെയ്തു വെച്ച് ഞാൻ തന്നെ തീർക്കുക, അത് തീർന്നു പോട്ടെ, അപ്പോഴല്ലേ എനിക്ക് ആ ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന ഒരു തോന്നലുള്ളപ്പോൾ നല്ല വ്യത്യാസം ഉണ്ടാവും എന്നർത്ഥം. ഹസാരിബാഗ് ഗയ എന്ന ജയിലിലെ ചില തടവുകാർ കൂടി ബാബയെ രക്ഷിതാവും രക്ഷാസങ്കേതവുമായി സ്വീകരിച്ചിട്ടുണ്ട്. അതിന് കാരണം അവിടെ കാരാഗൃഹവാസം അനുഭവിക്കുന്നവരിൽ ചിലർ തെലുങ്ക് സംസാരിക്കുന്ന തടവുകാരാണ്. ഒരാളെ തടവിലാക്കി തടവിലെ വാതിലുകൾ പൂട്ടി അവനെ ഭദ്രമാക്കി കഴിഞ്ഞാൽ അവനെ സംബന്ധിച്ച് നമ്മുടെ സ്മരണയും പോയി പോകുന്നു. അങ്ങനത്തെ നാം ബാബ അവിടെയും ഉണ്ടെന്ന് അറിയുമ്പോൾ ആശ്ചര്യഭരിതരായിത്തീരും. അദ്ദേഹം തടവിനുള്ളിൽ വൃണിത ഹൃദയങ്ങളെ തലോടുന്നു, പശ്ചാത്താപഭരിതരായ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കുന്നു. നിരപരാധിയായി ക്ലേശം സഹിക്കേണ്ടി വരുന്നവനെയും തെറ്റ് ചെയ്തുവെന്ന് പൂർണ്ണ ബോധ്യം വന്ന് ഇനി അങ്ങനെ ചെയ്യുകയില്ല എന്ന് നിശ്ചയിച്ച കുട്ടിയെയും സമാശ്വസിപ്പിക്കുന്നു. കഠിന വിദ്വേഷം കൊണ്ട് അന്ധമായി തീർന്നിരിക്കുമ്പോഴും ക്രോധാഗ്നി ആളിക്കത്തുമ്പോഴും കോപം മൂത്ത് താൽക്കാലിക ഭ്രാന്ത് പിടിക്കുമ്പോഴും ലോഭത്തിന്റെ അഹന്ത കൊണ്ടുള്ള പൊട്ടധൈര്യം പ്രേരണ നൽകുമ്പോഴും അജ്ഞാനം തിന്മ വളർത്തുമ്പോഴുമാണ് അധികം പാതകങ്ങളും ചെയ്യപ്പെടുന്നത്. ഇവിടെ ഓരോരോ ആ സാഹചര്യം വിസ്തരിച്ചിരിക്കാം. എപ്പോഴാണോ ഓരോരുത്തർ ഇങ്ങനെ ഈ മോശമായ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിനാണ്. ഒരുപാട് ദേഷ്യം വന്നിട്ട്, ഒരാളുടെ ദേഷ്യം വന്നിട്ട് നമുക്ക് മനസ്സിൽ റീസണിങ് ഒന്നും ഇല്ലാതെ ആവുന്ന അവസരം വരും. അപ്പോ ആ കോപം മൂത്തിട്ട് ഭ്രാന്ത് പിടിച്ച മാതിരിയാവും, അപ്പൊ എന്തെങ്കിലുമൊക്കെ ചെയ്യും. പിന്നെ അഹന്ത കൊണ്ട് എനിക്ക് എന്തോ ആവും എന്നുള്ള ഭാവം കൊണ്ട് ബാക്കിയുള്ളവരൊക്കെ ദ്രോഹിക്കുമ്പോഴൊക്കെ അതിൽ നിന്ന് ഒരുപാട് കർമ്മബന്ധങ്ങൾ ഉണ്ടാവും. വലിയ രീതിയിലൊക്കെ കാശ് ഉണ്ടാക്കാനും സ്ഥാനമാനങ്ങൾ ഉണ്ടാക്കാനൊക്കെ തിന്മയെ പിന്തുടർന്ന് വരുമ്പോൾ അവിടെയും പാപമൊക്കെ വരും. അപ്പൊ അതൊക്കെ കർമ്മബന്ധങ്ങളെ ഉണ്ടാക്കും. അങ്ങനെയാണ് പലരും പല പാതകങ്ങളും ഈ ലോകത്തിൽ തെറ്റുകളും ചെയ്തു പോണത്, പാപങ്ങളും പാതകങ്ങളും ഒക്കെ ചെയ്തു പോണത്. ചിലർ പറയുന്ന പോലെ നിയമവും പലപ്പോഴും തനി കഴുതയാണ്. അതിലെ ചട്ടങ്ങൾ എഴുതി നടപ്പിലാക്കിയപ്പോൾ ചില പ്രത്യേക പരിതസ്ഥിതികളെ കണക്കിലെടുത്തിരുന്നില്ല. അന്യായം വന്ന് മുഖത്ത് കുത്തുമ്പോൾ ഹൃദയത്തിൽ കടന്നുകൂടുന്ന പ്രതികാരവാഞ്ചയും വൃത്തികേട്, രോഗങ്ങൾ, മദ്യപാനം, ചൂതുകളി ഇവയെല്ലാം നടമാടുന്ന ഒരു പരിസരത്തിൽ കുട്ടികൾ വളരുന്നുവെങ്കിൽ അവരുടെ ഭാവങ്ങൾക്ക് വരുന്ന മുരടിക്കലിനെയും വിവാഹമോചനം, ചിട്ടത്തെറ്റുകൾ ഇവ നിറഞ്ഞ വീടുകളിൽ വളരുന്ന കുട്ടികളുടെ ഹൃദയമാകുന്ന ഫലത്തിന്റെ പുഴുക്കുത്തിനെയും കണക്കിലെടുത്തിരുന്നില്ല. ബാലഹൃദയത്തിൽ സിനിമ കാണുന്ന നിമിത്തം വന്നേക്കാവുന്ന ചീത്ത പ്രവണതകളെ തിരുത്താൻ ബാബ നമ്മളോട് ഉപദേശിക്കുന്നു. വളർന്നു വരുന്ന തലമുറയ്ക്ക് ശുദ്ധമായ നേരം പോക്കുകൾ, ആരോഗ്യപരമായ പ്രചോദനം ഇവ നൽകുന്നതിന് സാഹിത്യകാരന്മാർക്കും നടീനടന്മാർക്കുമുള്ള ഉത്തരവാദിത്തത്തെ പറ്റിയും സ്വാമി ഉപദേശിക്കുന്നു. പാതകങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളെപ്പറ്റി ബാബ പറയുന്നു നോക്കൂ. സ്വഭാവത്തിന്റെ നന്മയ്ക്കല്ല, സാമർത്ഥ്യത്തിനാണ്, കൗശലത്തിനാണ് ഇന്ന് അധികം ബഹുമതി നൽകുന്നത്. പാഠശാലകളിൽ മതഗ്രന്ഥങ്ങളോ ശാസ്ത്രങ്ങളോ പഠിപ്പിക്കുന്നില്ല. സാമുദായിക വിരുദ്ധ പ്രവർത്തനങ്ങളായ വ്യാപാരത്തിൽ ചതി, ഭക്ഷ്യങ്ങളിൽ കലർപ്പ് ചേർക്കൽ മുതലായവ ചെയ്ത് മുതിർന്നവർ തന്നെ കുട്ടികൾക്ക് ചീത്ത മാതൃകകൾ സൃഷ്ടിച്ചു കൊടുക്കുന്നു. ഇതൊരു പ്രധാനപ്പെട്ട ഒരു പാരഗ്രാഫ് തന്നെയാണ്. നിയമങ്ങളൊക്കെ പലതും ഉണ്ട്, പക്ഷെ ആ നിയമങ്ങളൊക്കെ ചില സമയത്ത് ഈ നിയമമൊക്കെ കഴുതയെ പോലെയാണ് എന്ന് തോന്നുന്ന അവസരങ്ങൾ ധാരാളം ഉണ്ടാവലുണ്ട്. അതിലൊക്കെ പല ചട്ടങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ചില പ്രത്യേക പരിതസ്ഥിതികളിൽ ഒന്നും അവർ കണക്കിലെടുക്കാൻ സാധിക്കാത്ത പരിതസ്ഥിതികൾ ധാരാളം ഉണ്ട്. അപ്പോൾ ഒരുപാട് അന്യായം ഒരാളെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ ഹൃദയത്തിൽ കടന്നു വരുന്ന പ്രതികാരത്തിന്റെ വാഞ്ച അത് അയാളെ ചിലപ്പോ ഒരു വലിയ കുറ്റം ചെയ്യാൻ, അല്ലെങ്കിൽ അയാളോട് അതൊക്കെ ചെയ്തവർക്കെതിരായിട്ട് അയാൾക്ക് പ്രതികരിക്കാനും അവരെ ഉപദ്രവിക്കാനൊക്കെ ഉള്ള അതുണ്ടാവും. അതിനെപ്പറ്റിയൊക്കെ നിയമമുണ്ടോ? നിയമത്തിൽ ഇപ്പോ സഡൻ പ്രൊവോക്കേഷൻ എന്നൊക്കെ പറഞ്ഞ് ക്രിമിനൽ ആക്ടിലുണ്ട്. പെട്ടെന്ന് വന്ന് നമ്മളെ കുത്തി കൊലപ്പെടുത്താൻ ഒരാൾ വന്നാൽ നമ്മൾ അയാളെ അടിച്ചു കൊന്നിട്ടുണ്ടെങ്കിൽ
അത് നമ്മുടെ ജീവൻ രക്ഷിക്കാനുള്ള കാര്യം കൊണ്ടാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം അങ്ങനെ എല്ലാം ഇപ്പൊ നിയമത്തിൽ വെക്കാൻ പറ്റൂ. പല പല കാരണങ്ങളും ഉണ്ടാവാം, പ്രതികാര വാഞ്ചയൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. പിന്നെ ആ വൃത്തികൾ ആയിട്ടുള്ള സംഗതികള്, മദ്യപാനം, ചൂതുകളി, ഇങ്ങനത്തെ എല്ലാ വൃത്തികേട് നടക്കുന്ന പരിസരത്തിലൊക്കെ കുട്ടികൾ വളരുന്നെങ്കിൽ അവരുടെ ഭാവങ്ങളും ഒരു സ്വഭാവമൊക്കെ മുരടിക്കും. അത് ഡൈവോഴ്സ്, നിയമങ്ങളൊക്കെ തെറ്റിക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള വീടുകളിൽ മോശമായ ലൈംഗിക കാര്യങ്ങളെ പറ്റിയൊക്കെ യാതൊരു കുട്ടികളെയൊന്നും തിരുത്താതെ നടത്തുന്ന വീടുകൾ, അങ്ങനെയുള്ള വീടുകളിലൊക്കെ വളരുന്ന കുട്ടികളുടെ അവരുടെ പറയുന്നത് അവരുടെ ഹൃദയമാവുന്ന ആ ഫലത്തില് പുഴുക്കുത്തുകൾ വരും. ഇതൊക്കെ ഇപ്പൊ നിയമത്തിൽ കണക്കിലെടുക്കാൻ പറ്റുമോ? അത് വളരെ മോശം സ്ഥലത്താണ് ഒരാൾ ആ കുട്ടിയെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. കുട്ടിക്ക് പറഞ്ഞു കൊടുത്ത് നല്ല പാരന്റിങ് നടത്തുന്ന അച്ഛനമ്മമാരല്ലേ. ആ അച്ഛനമ്മമാര് റൗഡികളും കേടികളും ഒക്കെ ആയിക്കഴിഞ്ഞാലോ, കൊലപാതകികളും ഒക്കെ ആയിക്കഴിഞ്ഞിട്ട് അവർക്ക് നിയമവും ഇല്ല, അവർക്ക് അവരുടെ കുട്ടികളെയും ആരെയും ഒരു സ്നേഹമില്ല, അവര് തോന്നിവാസം കാണിച്ച് നടക്കുന്ന അവിടെ വളരുന്ന കുട്ടികളുടെ സ്ഥിതി എന്തായിരിക്കും? പാവം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, നല്ലത് പറഞ്ഞു കൊടുക്കാനില്ല. അങ്ങനെ വരുന്ന നമ്മളെ എത്രയോ കുട്ടികളെ അങ്ങനെ കാണുന്നില്ലേ? എത്ര സ്ഥലങ്ങളിലെ ജീവിതങ്ങൾ എത്രയോ കാണുന്നു. ഞങ്ങളൊക്കെ പണ്ട് കോഴിക്കോട്ട് നമ്മളെ വില്ലേജൊക്കെ അഡോപ്റ്റ് ചെയ്തൊരു കാലം, അതിന് ഭഗവാന്റെ അതിനൊക്കെ എത്രയോ മുമ്പത്തെ 50-ാം പിറന്നാളിനൊക്കെയാണ് തോന്നുന്നു. അഡോപ്റ്റ് ചെയ്യണം, 10,000-4000 വില്ലേജുകൾ അഡോപ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളൊക്കെ പല വില്ലേജുകളൊക്കെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടിരുന്നപ്പോൾ, അന്ന് ഞാൻ സ്റ്റേറ്റ് കോർഡിനേറ്റർ ഒക്കെ ആയിരുന്ന സമയത്ത് കോഴിക്കോട് ജില്ലയിൽ ഞങ്ങൾ ഏറ്റവും അധികം അറുപതാം പിറന്നാൾ അന്ന് ഞങ്ങൾ അതിന്റെ പേര് ഞാൻ പറയുന്നില്ല, ആ പേര് പറയരുതെന്നാണ് ഞങ്ങൾക്കൊക്കെ അന്നുണ്ടായിരുന്നത്. ആ സ്ഥലത്തിന്റെ പേര്, അതൊരു കോളനിയാണ്. ആ കോളനിയില് ആണ് അന്ന് ഈ മലബാർ സൈഡില് എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന കള്ളന്മാരും പോക്കറ്റടിക്കാരും കൊലപാതകികളും കൊട്ടേഷൻ സംഘങ്ങളും എന്തിന് പേര് കേട്ട വേശ്യകളും ഒക്കെ താമസിച്ചിരുന്ന സ്ഥലം. ആ സ്ഥലത്താണ് നമ്മള് ഞങ്ങളുടെ ഒരു സമിതി അവിടെ ആദ്യം തന്നെ പോയിട്ട് ഒരു ബാലവികാസ ക്ലാസ് തുടങ്ങി. കാരണം ആ കുട്ടികളൊക്കെ എന്തൊക്കെയോ തെമ്മാടിത്തരങ്ങൾ കാണിച്ചുകൊണ്ട് നടക്കുക. കാരണം അച്ഛന്മാരും അമ്മമാരൊക്കെ മഹാമോശക്കാരും. എനിക്കിന്നും ഓർമ്മയുണ്ട്, അങ്ങനെ ഞങ്ങൾ ബാലവികാസ ക്ലാസ് നടക്കുന്ന സമയത്ത് ഈ കുട്ടികളെ പറഞ്ഞയക്കുന്ന അമ്മമാര്, അതിൽ പല സ്ത്രീകളും ഞങ്ങളോട് പറഞ്ഞിരുന്ന കാര്യം, അവർ വന്ന് പറയും, ഞങ്ങളൊക്കെ നശിച്ച് ഇനി ഒന്നിനും പറ്റാതെ ആയി കഴിഞ്ഞു, ഞങ്ങൾക്ക് ഇനി മാറാൻ പറ്റില്ല സാറന്മാരെ, ഞങ്ങൾ പിന്നെയും സംസാരിക്കും, ഞങ്ങളെ ഭർത്താക്കന്മാരാണെന്ന് പറയുന്നവര് അല്ലെങ്കിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു എന്ന് പറയുന്നവര് അവരൊന്നും ഇപ്പോ നിങ്ങൾ ഈ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കില്ല. ഞങ്ങൾ ഈ കുട്ടികള് ഇങ്ങനെ പോയാൽ എന്താവും? ഞങ്ങളിപ്പോ വലിയ സന്തോഷത്തിലാണ്. ആ കുട്ടികളെ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുക, നിങ്ങൾ ദയവ് ചെയ്ത് ഈ കുട്ടികളെ ഒരു നല്ല പൗരന്മാരാക്കി മാറ്റി തരണം എന്ന് പറഞ്ഞ എത്രയോ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെ കാലക്രമേണ അങ്ങനെ സ്ത്രീകളൊക്കെ വന്നു, അവര് ഭജനയ്ക്കൊക്കെ വന്നിരിക്കും. അവർക്ക് ചില ജോലികളൊക്കെ പല ഫ്ലാറ്റുകളിലും പല വീടുകളിലൊക്കെ ജോലിക്കൊക്കെ ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തിട്ടൊക്കെ അതിൽ കുറെ ആൾക്കാരെയൊക്കെ നമുക്ക് മാറ്റാൻ സാധിച്ചു. അന്ന് അവിടെ കുപ്രസിദ്ധനായിട്ടുള്ള ഒരു അയാള് 2-3 പേരെ കൊന്നിട്ട് കൊലയാളിയായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾക്കാണ് വലിയ മാനസാന്തരം വന്നത്. അയാൾ ഈ ബാലവികാസ് ക്ലാസ്സുകളും അവിടുത്തെ ഭജനകളും അവിടുത്തെ പ്രഭാഷണങ്ങളൊക്കെ കേട്ട് അദ്ദേഹത്തിന് സ്വാമിയെ കാണണം എന്ന് അയാളെ ജയിലിലൊക്കെ ഇട്ടിരുന്നു. ജയിലിലൊക്കെ ഇട്ടിട്ട് അയാളെ കൈയും കാലൊക്കെ പോയി, കണ്ണൊക്കെ കാണാതെ ആയിട്ട് അവസാനം അയാൾക്ക് ഒരു മേഴ്സി മാതിരി അയാളെ ജയിലിൽ നിന്ന് വിമോചിപ്പിച്ചിട്ട് അയാൾ വന്നിട്ട് താമസമുണ്ടായിരുന്നു അവിടെ. അയാള് പുട്ടപ്പരുത്തി പോയി സ്വാമിയെ കണ്ടു. വരുമ്പോ ഒരു വലിയ ഫോട്ടോ വാങ്ങിക്കൊണ്ടുവന്നു. അയാൾ അതവിടെ ആ കോളനിയിൽ അത് സ്ഥാപിച്ചു. അയാൾ തന്നെ എല്ലാവരെയും വിളിച്ചിട്ട് ഈ ഭജനകളും കാര്യങ്ങളൊക്കെ ഉള്ളതിനെ അവരെയൊക്കെ കൊണ്ടുവന്നിട്ട് അവരെ കേൾപ്പിക്കാനൊക്കെ തുടങ്ങി. അയാൾ തന്നെ ചില പ്രഭാഷണങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. വലിയ പരിവർത്തനം, വളരെയധികത്തിലുള്ള പരിവർത്തനം അവിടെ ഉണ്ടായി. അതിൽ പല കുട്ടികളൊക്കെ നല്ലോണം പഠിച്ചിട്ടൊക്കെ പോയി. അങ്ങനെ കാലാന്തരേണ ഗവൺമെന്റ് അവിടുത്തെ അതെല്ലാം ആ സ്ഥലം തന്നെ
ഗവൺമെന്റ് അത് ബുൾഡോസറൊക്കെ കൊണ്ടുവന്ന് അതിനൊക്കെ നിരത്തി അവർക്ക് വേറൊരു സ്ഥലത്തേക്കൊക്കെ താമസിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് കഴിയുമ്പോഴേക്കും ആ കോളനി ഇല്ലാണ്ടായി. അപ്പൊ അന്ന് അത് ഞാൻ ആ സ്ഥിതി പറയാണ്. അങ്ങനത്തെ എത്ര സ്ഥലങ്ങളുണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ. ഇങ്ങനെ കുട്ടികളൊക്കെ അലഞ്ഞ് തിരിഞ്ഞ് തോന്നിയാസം കാണിച്ച് നടക്കുന്ന. അന്ന് ഇത്രയും വലിയ കഞ്ചാവോ അല്ലെങ്കിൽ മയക്കുമരുന്നുകളൊന്നും ആ സമയത്ത് വന്നിരുന്നില്ല. ചെറുതായിട്ടുള്ള കഞ്ചാവിന്റെ ഒക്കെ കാര്യങ്ങളുണ്ട്, മദ്യം കുറച്ചുണ്ട്. ഇന്നത്തെ മാതിരി ഇന്ന് എന്തൊക്കെയാണ് ഇപ്പോ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ഉള്ളത്. വലിയ സമ്പന്നന്മാരുടെ അല്ലെങ്കിൽ ആൾക്കാരുടെ കുട്ടികൾ കൂടി ഇതിനേക്കാളൊക്കെ മോശമായിട്ട് നടക്കുന്ന കാലഘട്ടം. അവർ ലഹരി മരുന്നുകൾക്കും ലൈംഗികങ്ങളായ കാര്യങ്ങൾക്ക് അടിമപ്പെട്ടുകൊണ്ട് മുഴുവൻ നശിച്ചു പോകുന്നതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് ഇവിടെ സ്വാമി വളരെ ഇതായിട്ട് ഈ പാരഗ്രാഫിൽ അത് വളരെ ഗംഭീരമായിട്ട് പറഞ്ഞു. എന്നിട്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യം സിനിമ കാണുന്നതാണെന്ന് പറഞ്ഞിരിക്കുന്നു. അന്ന് ഈ ഈ സത്യശിവസുന്ദരം 2ാം പാർട്ട് എഴുതുന്ന സമയത്ത് അന്ന് ഇവിടെ ഈ ഫോണൊന്നും വന്നിട്ടില്ല, വാട്സാപ്പും മറ്റു സംഗതികളൊന്നും ഇല്ല. അതൊക്കെ എത്ര പെട്ടെന്നാണ് ഇവിടെ പരന്നു പോയത്. അങ്ങനത്തെ കാര്യമില്ലാത്ത സമയത്താണ്. അന്നുണ്ടെങ്കിൽ അത് പറയുമായിരുന്നു ഭഗവാൻ. അപ്പോ അന്ന് സിനിമ കാണുകയാണ്. സിനിമ കാണുന്നതിന് സ്വാമി ഇവിടെ പറഞ്ഞു കണ്ടോ, ഇവിടുത്തെ സാഹിത്യകാരന്മാര്, ഇവിടെ സാംസ്കാരിക നായകന്മാര്, ഈ സിനിമകളിലൊക്കെ നടിക്കുന്ന നടീനടന്മാര് അവരുടെ ഉത്തരവാദിത്തം ഉള്ളവരായിട്ട് മാറണം. അവര് നടിച്ചോട്ടെ. അവര് കുട്ടികളായിട്ടുള്ള ഈ കുട്ടികളെ ചീത്തയാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളിൽ അങ്ങനത്തെ സിനിമകളൊന്നും ഉണ്ടാക്കരുത്. കുട്ടികൾക്ക് ആസ്വദിക്കാനും കുട്ടികൾക്ക് മനസ്സിലാക്കാനുമുള്ള സിനിമകളെ കുട്ടികളെ കാണിപ്പിക്കാൻ പാടുള്ളൂ. സാഹിത്യകാരന്മാർക്കൊക്കെ അത് വലിയൊരു പങ്കുണ്ട് ഈ കാര്യത്തിലൊക്കെ. ഇവിടെ ഏത് സാഹിത്യകാരനാ എന്തെങ്കിലും ഒന്ന് ഈ സമൂഹത്തിന്റെ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുനിൽക്കുന്ന സാഹിത്യകാരന്മാരല്ലേ മെജോറിറ്റി. ഇവിടെ വളരെ കുറച്ചു പേരുണ്ട്. ആരാണ് അവരെ കൺസിഡർ ചെയ്യുന്നത്? അവരതിന് കൊള്ളാതെ അവരെ കുത്തിമാറ്റുന്ന ഒരു സമൂഹമാണ് ഇവിടെ. നടന്മാരുടെ കാര്യമൊന്നും പറയണ്ട. നടന്മാര് അവര് നടിക്കുന്നു, നല്ല തന്നെ നടിക്കുന്നത് ഒരു വലിയ ഒരു കല തന്നെയാണ്. ആ നടിക്കുക എന്ന് പറഞ്ഞാൽ അതിന് നല്ല കഴിവൊക്കെ വേണം. പക്ഷെ ഇന്ന് സമൂഹത്തില് സിനിമാ നടന്മാർക്ക് അതേമാതിരി എന്തെങ്കിലുമൊക്കെ സാഹിത്യം എന്ന പേരിൽ എന്തെങ്കിലുമൊക്കെ എഴുതി നിറയ്ക്കുന്നവർക്ക്, അവർക്ക് സ്വാധീനം ഉണ്ടെങ്കിൽ, അവർക്ക് രാഷ്ട്രീയത്തിൽ പിടിപാടുണ്ടെങ്കിൽ അവർക്ക് എന്ത് തരത്തിലുള്ള അവാർഡുകളും കാര്യങ്ങളും കൊടുത്തുകൊണ്ടിരിക്കുക, അവരെയൊക്കെ വലിയ വലിയ ആൾക്കാരാക്കി മാറ്റുക. വളർന്നു വരുന്ന കുട്ടികൾ എന്താ ചിന്തിക്കുക? ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ നേടേണ്ടത്. അവര് കാണിക്കുന്ന സിനിമകളിലെ കാര്യങ്ങളൊക്കെയാണ് ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടത് എന്നൊക്കെ വന്ന വല്ലാത്തൊരു ഇതിലേക്കല്ലേ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. പക്ഷെ അതിനെയൊക്കെ വളരെ ഇന്നത്തെ കാലത്തെ ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കൾച്ചറൽ ഫീറ്റുകളായിട്ടാണ് സമൂഹം ഇപ്പൊ ഗണിച്ചിട്ടുള്ളത്, സമയം അതിനെയൊക്കെ. അപ്പോൾ അവിടേക്കാണ് ചെറുപ്പക്കാരൊക്കെ അധികവും അവരുടെ ശ്രദ്ധയും അവർക്കുള്ള അഭിലാഷങ്ങളും അവർക്ക് ഇഷ്ടപ്പെട്ടതും ഒക്കെ ഈ ഒരു മേഖലകളിലൊക്കെയാണ്. അപ്പൊ അതാണ് സ്വാമി ഇവിടെ പറഞ്ഞത്. ഇവിടെയുള്ള കുറ്റങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങൾ ഇതൊക്കെയല്ലേ. ഇവിടെ സ്വഭാവത്തിന്റെ നന്മയ്ക്കല്ല, സ്വഭാവത്തിലെ സാമർഥ്യത്തിനാണ്, കൗശലത്തിനാണ് ഇന്ന് ബഹുമതി നൽകുന്നത്. നല്ലൊരു മനുഷ്യനൊന്നും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവിടെ കൗശലത്തിൽ കൂടെ ഓരോന്ന് കാണിക്കുന്നവർക്കൊക്കെ ഇവിടെ പേരുണ്ടാവും. പാഠശാലകളില് മതപരമായ കാര്യങ്ങളോ നല്ല കാര്യങ്ങളോ മൂല്യങ്ങളോ ശാസ്ത്രങ്ങളോ ഒന്നും പഠിപ്പിക്കുന്നില്ല. അവിടെ പഠിപ്പിക്കുന്നത് എങ്ങനെയെങ്കിലും കുറെ കാശുണ്ടാക്കാനുള്ള പഠനമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. PhD അതൊക്കെ കുട്ടികള് പൈസയുടെ ആഗ്രഹത്തിൽ അതൊക്കെ പഠിച്ചുണ്ടാക്കുന്ന കുട്ടികൾ ധാരാളമായിട്ടുണ്ട്. അവർക്ക് ഭൗതികമായ വിവരങ്ങളും ഉണ്ട്. പക്ഷെ ഈ ഭൗതിക കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സമൂഹത്തിനും അവർക്കും വേണ്ടി കൊണ്ടു നടക്കാൻ അവരെ കൊണ്ടാവുന്നില്ല. കാരണം അവർക്ക് അനുഷ്ഠിക്കേണ്ടത ഈ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട പ്രധാനപ്പെട്ട മൂല്യങ്ങളെ പറ്റി അവർക്കൊന്നും തന്നെ അറിയില്ല. അവർക്ക് ആരോടും സ്നേഹമില്ല, അവർക്ക് ആരെയും വിശ്വാസമില്ല, അവർക്ക് ഒരു സമൂഹം എന്ന രീതിയിൽ മറ്റുള്ളവരോട് പരസ്പര ധാരണ ഇല്ല, ഐക്യമില്ല. അപ്പൊ അങ്ങനെ വരുന്ന കാര്യങ്ങളാണ് ഇന്ന് ഏറ്റവും മോശമായിട്ടുള്ള സംഗതികൾ. അതാരും പഠിപ്പിച്ചു കൊടുക്കണമില്ല. ഈ സമൂഹത്തിലൊക്കെ ആണെങ്കിലോ
വിരുദ്ധ പ്രവർത്തനങ്ങളായിട്ട് വ്യാപാരങ്ങളാണ്. വ്യാപാരങ്ങളിലൊക്കെ ചതിയാണ്, കളവാണ്. എവിടെങ്കിലും നമ്മൾ ഏതെവിടെ സ്ഥലത്ത് പോയാൽ എത്ര കുറച്ച് വരെയുള്ളൂ ഒരു കച്ചവടക്കാര് ചതിയൊന്നുമില്ലാതെ വഞ്ചനയൊന്നുമില്ലാതെ നടത്തുന്നവർ. നമ്മൾ എന്ത് സ്ഥലത്ത് പോയിട്ട് നമ്മൾ വിശ്വസിച്ചൊരു സാധനം വാങ്ങിയാലും അതിലെന്തെങ്കിലും കലർപ്പുണ്ടാവും, അല്ലെങ്കിൽ അത് അതിന്റെ തൂക്കത്തിനനുസരിച്ചിട്ടായിരിക്കില്ല, അല്ലെങ്കിൽ അത് സമയം കളഞ്ഞതായിരിക്കും. ഇങ്ങനെയല്ലാതെ നമ്മുടെ ഒരു നാട്ടിലാണ് ഇതൊക്കെ കുറെ അധികം കേട്ടോ. മറ്റു രാജ്യങ്ങളിലൊക്കെ ഇതിനൊക്കെ എത്രയോ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളെ ഒരിക്കലും ഞങ്ങൾ നേരെയാവില്ല, ഞാൻ നേരെയാവില്ല എൻ്റെ അമ്മാവാന്ന് പറഞ്ഞ മാതിരിയാണ് നമ്മുടെ രാജ്യത്തിന്റെ സ്ഥിതി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സാമുദായ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ചതി, പക്ഷങ്ങളിൽ കലർപ്പ് ചേർക്കൽ, അത് മുതിർന്നവർ തന്നെ ചെയ്യുന്നത് കുട്ടികൾ കാണുക. കുട്ടികൾ കുറച്ച് വലുതാകുമ്പോഴേക്ക് വ്യാപാരത്തിലൊക്കെ സഹായിച്ചു കൊടുക്കുമ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ ചീത്ത മാതൃകകളാണ്. അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതായിട്ടുള്ള വിഷമങ്ങൾ എത്രയാണ്. അതാണ് സ്വാമി ഇവിടെ ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നത്. ഇന്നിപ്പോ അതിനേക്കാളൊക്കെ അധികമായി ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികള് ഈ ഫോണ് കയ്യിൽ നിന്ന് വെക്കുന്നേ ഇല്ല. അവരെ കാണുന്നതും ചെയ്യുന്നതും ഒക്കെ മോശമായ കാര്യങ്ങളാണ്. അപ്പോ അവർക്ക് നല്ലതൊന്നും കാണാൻ ഇഷ്ടമല്ല. അവരുടെ മനസ്സിന്റെ ശാസ്ത്രം പഠിച്ച് അതിനനുസരിച്ചിട്ട് റിസർച്ചുകൾ ചെയ്തിട്ട് ആ കുട്ടികളെ അതിൽ തന്നെ അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള രീതിയിലാണ് ഇന്ന് പല പല ഫോണുകളിലൊക്കെ വരുന്ന പല കാര്യങ്ങളും. അതിനനുസരിച്ചിട്ട് അതിന് തന്നെ ഓരോരോ കമ്പനികൾക്ക് ഓരോ റിസർച്ച് സെന്ററുകളാണ്. അവിടെയൊക്കെ തന്നെ പറഞ്ഞാൽ ഏറ്റവും മോശമായ കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ദുർവാശിയുള്ള കുട്ടിയുടെ നേരെ ഒരു മാതാവ് പ്രത്യേക വാത്സല്യം കാണിക്കുന്ന പോലെ ബാബ പശ്ചാത്താപഭരിതരായ കുറ്റവാളികളുടെ നേരെ ദയ കാണിക്കുന്നു. അവരിൽ പ്രസരിപ്പിക്കുന്ന സൂര്യപ്രകാശം ബാബയുടെ സാർവലൗകിക പ്രേമത്തെ കാണിക്കുന്നു. കുറ്റവാളി തന്റെ കുറ്റം തുറന്നു സമ്മതിക്കണമെന്നും അതിനുള്ള ശിക്ഷ സസന്തോഷം സഹിച്ചു കൊള്ളണമെന്നും അങ്ങനത്തെ കുറ്റം ഇനിമേൽ ചെയ്യുകയില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യണമെന്നും ബാബ ശഠിക്കുന്നു. മാപ്പ് ചോദിക്കുന്നതിന് വിരോധിയാണ് ബാബ. ധൈര്യം അവലംബിക്കൂ, ഫലത്തെ അഭിമുഖീകരിക്കൂ, സഹിക്കൂ, ക്ഷമ പിടിക്കൂ. പശ്ചാത്താപം പാപത്തിനുള്ള പ്രായശ്ചിത്തമായി ശിക്ഷാവിധിയെ പശ്ചാത്താപത്തിനും അന്ധക്കരണ ശുദ്ധീകരണത്തിനും വിനിയോഗിക്കൂ. അതാണ് ബാബയുടെ ഉദ്ദേശം. ഒരു കുറ്റം ചെയ്തിട്ടുള്ള ആള് ഇങ്ങനെ ഈ കുറ്റം ചെയ്യില്ല, ഞാൻ തെറ്റാണ് ചെയ്തത് എന്നിട്ട് അതിനെന്താ ശിക്ഷ വെച്ചാൽ ഞാൻ സഹിച്ചോളാം എന്ന് പോകുന്നതാണ് ബാബയ്ക്ക് ഇഷ്ടം. അത് എന്നിട്ട് അതിന്റെ ഫലം എന്താ വെച്ചാൽ അത് നിങ്ങൾ ഏറ്റുവാങ്ങിക്കൊള്ളൂ, ധൈര്യത്തോടെ ഇരിക്കൂ, ക്ഷമ പഠിക്കൂ, പശ്ചാത്താപം ഉണ്ടായില്ലേ അത് വളരെ നല്ലത്. അതിനെ പറ്റിയിട്ട് അല്ലാതെ അയാൾക്ക് ശിക്ഷ ഇല്ലാതിരിക്കാൻ എന്തെങ്കിലും ചെയ്യാം എന്നിട്ട് അതിന് രക്ഷപ്പെടാം, അങ്ങനെ വിചാരിക്കരുത്. സ്വാമി പറഞ്ഞു, നിങ്ങൾക്ക് അത് ഒരു ചീത്ത കാര്യം കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചീത്ത സമയത്ത് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ തോന്നി, അത് നിങ്ങൾ ചെയ്തു, അതിനെ പോയി മാപ്പ് ചോദിക്കൊന്നും വേണ്ട. നിങ്ങൾ സ്വന്തം അതിന് പശ്ചാത്തപിച്ചാൽ മതി, ആരോടും മാപ്പ് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സ്വാമി പറഞ്ഞത്. നമുക്ക് തന്നെ തോന്നണം, എങ്ങനെ രക്ഷപ്പെടാൻ വേണ്ടി ആരോ പറഞ്ഞു കേട്ടിട്ട് മാപ്പ് ചോദിക്കല്ല വേണ്ടത്. ഞാൻ ചെയ്തത് തെറ്റാണെന്ന് ബോധ്യമായാൽ പശ്ചാത്തപിക്കണം, ഇനി ഞാനത് ചെയ്യില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്യണം. അങ്ങനെ വന്നാൽ അത് മതി, വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഉത്തർപ്രദേശത്ത് നിന്ന് വന്ന ഒരാളുടെ സ്മരണ ഉയർന്നു വരികയാണ്. അയാൾ സഹകരണ സംഘം ഓഫീസിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു. സംഘത്തിലെ ധനം കളവായി കൈവശപ്പെടുത്തിയെന്ന കുറ്റത്തിന് അയാളുടെ പേരിൽ കോടതിയിൽ കേസുണ്ടായിരുന്നു. അതിനെ നേരിടാൻ വയ്യാതെ പോകുന്ന ആളാണ്. ബാബ ഉപദേശിച്ചത് ഇങ്ങനെയാണ്: മടങ്ങിപ്പോവൂ, കുറ്റം സമ്മതിക്കൂ, പക്ഷെ ആത്മാർത്ഥമായി പശ്ചാത്തപിക്കുന്ന പക്ഷം ശിക്ഷ കഠിനമാക്കാതിരിക്കാൻ നോക്കാം. ആ സ്ഥാനത്തേക്ക് തന്നെ പോകുന്നതിനുള്ള ധൈര്യം കൈക്കൊള്ളാൻ അയാൾക്ക് സാധിച്ചില്ല. പക്ഷെ അങ്ങനെ ചെയ്തേ കഴിയൂ എന്ന് ബാബ ശഠിച്ചു. എന്നിട്ട് അയാൾ ബാബയുടെ അനുഗ്രഹത്തോടു കൂടി ആത്മശുദ്ധി കൊള്ളുന്നതിന് അവിടെ വിട്ടുപോയി. എല്ലാം മനസ്സിലാവുന്നതാണല്ലോ. താണതരത്തിലുള്ള ലോഹത്തെ കനകമാക്കുക ബാബയ്ക്ക് ഏറ്റവും ഹൃദ്യമായ ഒരു പ്രവൃത്തിയാണിത്. ഭഗവാൻ എവിടെ ഇരുന്നാലും എന്തിനെപ്പറ്റി സംസാരിച്ചാലും ഉദ്ദേശം പ്രധാനമായിട്ടും ഇത് തന്നെ. ഉദാഹരണമായി, വർഷം തോറും അദ്ദേഹം കുറച്ചുനാൾ തങ്ങുന്ന വൃന്ദാവനത്തിലെ പ്രവൃത്തികൾ നിരീക്ഷിക്കൂ. ഐക്യനാടുകളുടെ ഹിൽഡ ചാൾട്ടൺ ഈ ദിവ്യ പരിവർത്തനത്തെ പറ്റി ഇങ്ങനെ എഴുതുന്നു: വായുമണ്ഡലത്തിൽ ശാന്തി നിറഞ്ഞിരിക്കുന്നു, ഒരു തരം ശാന്തി, അവാച്യമായ ശാന്തി. ആ ശാന്തിയോ
ഭഗവാൻ സാനന്ദം പാട്ടുപാടുമ്പോഴോ അനുഗ്രഹീത ഭക്തരോട് നൂറ്റാണ്ടുകളിലെ ജ്ഞാനത്തെപ്പറ്റി സംസാരിക്കുമ്പോഴോ ഉള്ള ശബ്ദം കൊണ്ട് ചുരുങ്ങുന്നതിന് പകരം കൂടുതൽ അനുഭവവേദ്യമാവുകയാണ്. ഞാൻ അധികാലത്ത് 4 മണിക്ക് എഴുന്നേറ്റ് നീണ്ട ഉദ്യാനത്തിലെ നടപടിയിലൂടെ പന്തൽ വിരിച്ചിട്ടിരിക്കുന്ന വൃക്ഷത്തിന്റെ ചുവട്ടിലേക്ക് നടന്നപ്പോൾ അവിടെയെല്ലാം ഒരു ശീതള നിശബ്ദത നിറഞ്ഞിരുന്നു. അതൊരു ആനന്ദപ്രവാഹം തന്നെ നൽകി. വെട്ടിത്തിളങ്ങുന്ന ചന്ദ്രൻ പൂന്തോട്ടത്തെ നല്ല പോലെ പ്രകാശമാനമാക്കിയിരിക്കുന്നു. ആ നീലാകാശത്തെ പശ്ചാത്തലമാക്കി അന്തസ്സുള്ള ഫലവൃക്ഷങ്ങൾ, തടിച്ച് പന്തലിച്ച അത്തിമരങ്ങൾ, അശോക വൃക്ഷനിരകൾ, കൊന്നകളുടെ നല്ല ചുവപ്പുള്ള പൂങ്കുലകൾ, വെളുത്ത ഗാരിഡേനിയ പൊന്തകൾ, പൊയ്കയുടെ മധ്യത്തിലുള്ള ശ്രീകൃഷ്ണന്റെ പ്രതിമ കണ്ടപ്പോൾ ആ വേണുവിന്റെ കളകനാല ലാഭം കേൾക്കണമെന്ന വാഞ്ച മനസ്സിൽ ഉദിച്ചു. മാത്രമല്ല ആ ചുണ്ടുകളിൽ നിന്ന് ഏത് സമയത്ത് വേണമെങ്കിലും അത് ഉദിച്ചുയർന്നേക്കാം എന്ന് തോന്നി. സർവപാർശ്വങ്ങളിൽ നിന്നും എന്നെ മാടി വിളിക്കുന്ന ഈശ്വര മഹത്വത്തെ വാഴ്ത്തി എൻ്റെ കരങ്ങൾ മേലോട്ട് മുകള രൂപത്തിൽ ഉയർന്നു. ഇത് ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ ഈ ഭഗവാന്റെ വലിയൊരു ഭക്തിയായിരുന്നു ഹിൽഡ ചാൾട്ടൺ. അവർ എഴുതിയിരിക്കുകയാണ്. അപ്പം ഭഗവാൻ എപ്പോഴും ഭഗവാന്റെ ഭക്തന്മാരുടെ മാനസികമായിട്ടുള്ള പരിവർത്തനമാണ്. നമ്മളെയൊക്കെ ഇപ്പൊ ഇവിടെ ലോകത്തെ കനകമയമാക്കുക, ചെമ്പിനെയും ഇരുമ്പിനെയും ഒക്കെ സ്വർണമാക്കി മാറ്റുന്ന മാതിരി ഭഗവാൻ വളരെ നമ്മളിലൊക്കെ ആവറേജ് ആയ ആൾക്കാർ, കുറെയൊക്കെ മോശങ്ങളുള്ള ആൾക്കാർ, കുറച്ച് അധികം മോശമുള്ള ആൾക്കാർ, സാത്വികന്മാർ, ഇങ്ങനെയൊക്കെ പലതരത്തിലുള്ള ആൾക്കാർ. ഇപ്പൊ തമിഴില് അടുത്ത് പോകുന്ന ഭക്തന്മാരും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരും ആളെ പരിശുദ്ധരായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് പറയാൻ വയ്യല്ലോ. അപ്പൊ ഭഗവാന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അധികം പരിശുദ്ധി ഇല്ലാത്തവരെയാ കാണുക. കാരണം അവർ ഓരോന്നിലൊക്കെ പെട്ട് നാശായിട്ട് പല തെറ്റുകളും ചെയ്ത് എവിടെയെങ്കിലും പോയിട്ട് ഒരു ലേശം ആശ്വാസത്തിന് വേണ്ടി പറയുമ്പോഴാണ് ഇങ്ങനെ പുട്ടപർത്തിയിൽ പോയാൽ മതി എല്ലാ കാര്യങ്ങളും. അപ്പൊ കുറ്റബോധമൊക്കെ ഉള്ളവരൊക്കെ ഓടി വരെ പുട്ടപർത്തിയിലിരിക്കുക. അവർക്കൊന്നും പെട്ടെന്ന് ആ സ്വഭാവം ഒന്നും മാറ്റാൻ പറ്റില്ല. അവരാദ്യം വരുന്നത് പെട്ടെന്ന് ഒരു ഭഗവാന്റെ അടുത്ത് വന്നാൽ ഒരു ലാഭത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ സ്വാമി ചെറുതായിട്ടൊക്കെ അവർക്ക് വേണ്ടുന്ന സുഖമൊക്കെ കൊടുത്ത് മെല്ലെ അടുത്ത് പിടിച്ചിരുത്തി അവരെ മെല്ലെ മെല്ലെ സാധകന്മാരാക്കി മാറ്റുക. എത്ര പേരങ്ങനെ സാധകന്മാരായി നമ്മൾ നോക്കൂ. നമ്മളിപ്പോ ഈ കൂട്ടത്തിൽ ഇരിക്കുന്ന നമ്മളിൽ എത്ര ആൾക്കാർ. അപ്പോ എന്റെയൊക്കെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ ഞാനൊന്നും ഭഗവാന്റെ അടുത്ത് പോയിട്ടില്ലെങ്കിൽ ഇന്നിപ്പോ ഈ നിലയിലെത്തുമോ? ഒരിക്കലും ഇങ്ങനെ ആധ്യാത്മികമായിട്ടുള്ള ദിശയിലേക്ക് ഞാനൊന്നും എത്തുമായിരുന്നില്ല. തീർച്ചയായിട്ടുള്ള കാര്യമാണ്. അതൊക്കെ ഏതെങ്കിലും ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രം താല്പര്യത്തോടു കൂടി എന്തും ചെയ്തുകൊണ്ട് ശരിയല്ലാത്തൊക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ? പക്ഷെ ഭഗവാന്റെ അടുത്ത് വന്ന ശേഷം ആ തെറ്റുകളോടൊക്കെ കൂടി തന്നെയാണ് ഭഗവാന്റെ അടുത്തേക്കൊക്കെ നമ്മൾ ചെന്നിട്ടുള്ളത്. നമ്മളൊന്നും ആധ്യാത്മികമായിട്ട് ചെന്നിട്ട് പോയത് ആൾക്കാരൊന്നുമല്ല. പലതുകൊണ്ട് എനിക്കൊക്കെ ഒരു സൂക്കടൊക്കെ വന്നു, അതിലൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷെ അതെല്ലാം സ്വാമിയുടെ പിടിച്ചു വലിയായിരുന്നു പിന്നെ മനസ്സിലായത്. കൊല്ലങ്ങൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാവുന്നത്. അതൊക്കെ സ്വാമി നമ്മളെ അറിഞ്ഞുകൊണ്ട് എത്രയോ ജന്മത്തിൽ സുഹൃതം കൊണ്ടായിരിക്കണം അങ്ങനെ പിടിച്ചു വലിച്ചു കൊണ്ടുവന്നതാണ്. അതിലിതപ്പൊ ഹിൽഡ ചാൾട്ടൺ പറഞ്ഞ മാതിരത്തുള്ള അനുഭവങ്ങളൊക്കെ എനിക്ക് എത്രയോ ഉണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഒരു പ്രാവശ്യത്തിലെ കാലത്തില് ഇപ്പൊ ഇവര് ഈ വൈറ്റ് ഫീൽഡിലത്തെ കാര്യമാണ് ഇവര് പോയി പറഞ്ഞിട്ട്, ഹിൽഡ ചാൾട്ടന്റെ കാര്യം. അവിടെ ഇങ്ങനെ നിരന്നു നിൽക്കുന്ന ആ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ, പുട്ടപർത്തിയിലത്തെ മാത്രമേ അത്ര റെസ്ട്രിക്ഷൻസ് അന്നൊന്നും വൈറ്റ് ഫീൽഡിൽ ഇല്ല. അപ്പൊ അത്ര ആളും ഉണ്ടാവില്ല ആ കാലത്തൊക്കെ. അപ്പൊ അതിന്റെ ഇടയിൽ കൂടെയൊക്കെ പോയി അവിടുത്തെ കൃഷ്ണന്റെ വിഗ്രഹം ഉണ്ട് ആ ബാക്കിലൊക്കെ. അന്ന് സ്വാമിയുടെ അവിടെ ജോലി ഉണ്ടായിരുന്ന ഒരാള്, അവരുടെ ബന്ധുവിന്റെ വീട്ടിലാണ് ഞാൻ ആ കാലത്ത് ഇടയ്ക്കിടയ്ക്ക് പോകുമ്പോൾ. ഒരു സൗകര്യമൊന്നുമില്ല, പക്ഷെ അവരുടെ വീട്ടിൽ നിൽക്കും. അവർ പാവം സമ്മതിക്കും. ആ വീട്ടിൽ നിന്ന് ഒരു പായൊക്കെ രാത്രി അതിൽ കിടക്കും. അവരെന്തോ ദോശ എന്തൊക്കെ ഉണ്ടാക്കും. അതിന് കാശൊക്കെ നമ്മൾ കൊടുക്കും കേട്ടോ. പക്ഷെ വേറെ ഒരു ഹോട്ടലോ കാര്യമൊന്നും ഇല്ലല്ലോ. വൈറ്റ് ഫീൽഡ് പണ്ട് പോയവർക്കറിയാം. അപ്പൊ അയാൾ അവിടെ പശുവിനെ അവിടെ വൈറ്റ് ഫീൽഡില് സ്വാമിയുടെ പശുവിന്റെ നോട്ടം അവിടെ പുല്ലിട്ട് കൊടുക്കാനും അവിടുത്തെ വെള്ളം നനയ്ക്കാനൊക്കെ നിൽക്കുന്ന ആളാ. അപ്പൊ അവിടെ അയാള് വൈകുന്നേരം ആയാൽ ഞാനും എൻ്റെ കൂടെ വന്ന ആളും അയാളുടെ കൂടെ ഇങ്ങനെ അവിടെയൊക്കെ നടക്കും. ഇങ്ങനെ കുറെ ആരും ഉണ്ടാവില്ല. സ്വാമി ചില മുകളില് സ്വാമിയുടെ ഇതിലുണ്ട്, നമുക്കറിയാം. അപ്പൊ അവിടെ ഇതെല്ലാം കണ്ടുകൊണ്ട്
സ്വാമിയുടെ ഓർമ്മ മാത്രമായിട്ട് സ്വാമി അവിടെ ഉണ്ട് എന്ന രീതിയിൽ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ ഉണ്ടാവും എന്നുള്ളൊരു തോന്നല. സ്വാമിയുടെ എന്തെങ്കിലും ഒരു അനുഭവം നമ്മളെ ആകെ മനസ്ഥിതി വെക്കാണ്ട് മാറി മറിഞ്ഞിട്ടുണ്ടാവും. നമ്മളൊരു ആധ്യാത്മികമായിട്ടുള്ളൊരു സ്വപ്നലോകത്തിൽ എന്ന പോലെയായിരിക്കും അവിടെ. അതാണ് ഇവര് ഈ പറഞ്ഞത്. അപ്പൊ അവര് 4 മണിക്ക് എഴുന്നേറ്റ് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ആ ശീതള നിശബ്ദതയില് ഒരു വല്ലാത്തൊരു ആനന്ദം ഉണ്ടാവുക. ആ രാവിലെ നേരത്ത് നമ്മള് വൈറ്റ് ഫീൽഡില് നഗരസങ്കീർത്തനത്തിന് പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാല് സ്വാമി മുകളിൽ വന്നിട്ട് അന്ന് ഇത് തരും, ദർശനം തരും. ഒരു ദിവ്യ ദർശന. ആ ദർശനത്തിനൊക്കെ പോയ പല ദിവസങ്ങളിലും നമ്മൾ തന്നെ മറന്നുപോകും. ഞാൻ എത്രയോ പ്രാവശ്യം അവിടെ നിൽക്കുന്ന സമയത്ത് അവിടെ മുഴുവൻ സ്വാമി നിൽക്കുന്ന സമയത്ത് ഒരു നീലപ്രകാശം സകല സ്ഥലത്തും നിറയുന്ന മാതിരി തോന്നാം. അതിനെ നിങ്ങൾ ഹിസ്റ്ററിക്കലാണെന്നോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിൽ വന്ന വല്ല കാര്യങ്ങളാണെന്നോ ഒക്കെ സയന്റിഫിക്കും ലോജിക്കലായിട്ട് പറഞ്ഞാലും അത് ശരിയാണ് എന്ന രീതിയിൽ അനുഭവിച്ചിട്ടുള്ള ഒരാളുടെ മനസ്ഥിതി, ആ സമയത്ത് അയാൾക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ആനന്ദം, അതിനെ നിങ്ങൾക്ക് നിരാകരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ സമ്മതിച്ചു നമ്മുടെ മനസ്സിന്റെ വൈകല്യമായിരിക്കാം. പക്ഷെ എന്നാലും ഈ ദുരിതപൂർണമായിട്ട് ഈ ലോകത്തിലെ ഓരോ സംഗതികളിൽ നിന്ന് സഹിക്കാൻ വയ്യാതെ ഭഗവാന്റെ അടുത്തേക്ക് ഓടിച്ചെന്നിട്ട് അവിടെ നിന്നിട്ട് ഈ ഒരു അനുഭവം കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിന്റെ വിക്രിയ ആയിക്കോട്ടെ, എന്നിരുന്നാലും അത് അനുഭവിക്കുമ്പോൾ ഉണ്ടാവുന്ന കുറച്ചു നേരത്തെ അത് അനുഭവം കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ അതിങ്ങനെ നിൽക്കും. ആ എക്സ്റ്റസി, അത് എക്സ്റ്റസി എന്ന് പറയാൻ ഇംഗ്ലീഷിൽ ഉള്ള വാക്കുകൊണ്ട് പറയാനാട്ടോ പറ്റുള്ളൂ. അത് ശരിക്കും എക്സ്റ്റസി അല്ല. എക്സ്റ്റസിക്കാളൊക്കെ എത്ര അപ്പുറം. അതിന് വാക്കുകളില്ല, ലാംഗ്വേജ് ഇല്ല. ആ അനുഭവിക്കാൻ സാധിക്കുക അത് മഹാ ഒരു ഭാഗ്യമാണ്. അപ്പൊ അതാണ് അവരിവിടെ ഈ വിവരിച്ചിട്ടുള്ളത്. അതിപ്പോ നമ്മൾക്ക് മുട്ടപ്പരുത്തി ആയാലും ചില അവസരങ്ങളിലൊക്കെ നമ്മൾ പലരും അനുഭവിച്ചിട്ടുണ്ടാവും. നമ്മൾ സ്വാമിയുടെ ദർശനത്തിന്റെ സമയത്തോ മറ്റെപ്പോഴെങ്കിലൊക്കെ നമുക്ക് എന്തൊന്നില്ലാത്തതായിട്ടുള്ള, ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്തതായിട്ടുള്ള ഒരു ആനന്ദ പ്രവാഹം നമ്മളിലേക്ക് ഇങ്ങനെ ഒഴുകി വന്ന് അത് നമ്മൾ അതിൻ്റെ ഉള്ളിൽ അങ്ങനെ മുങ്ങി നിൽക്കുന്ന മാതിരത്തെ അനുഭവമൊക്കെ ഉണ്ടായാൽ എത്രയോ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഒരു ഭക്തനത് ഉണ്ടാവും. ആ ഭക്തന്റെ സ്ഥിതിയെ പറ്റി ഒന്നും അനലൈസ് ചെയ്യാൻ ഇവിടുത്തെ സയന്റിസ്റ്റുകൾക്കോ ബുദ്ധിജീവികൾക്കോ ഒന്നും അവകാശമില്ല. അവർക്ക് അതിനെപ്പറ്റി അറിയാനും സാധിക്കില്ല. അറിഞ്ഞു എന്ന് പറഞ്ഞത് നമ്മൾ നിരാകരിക്കാം, അത്രയേ ഉള്ളൂ. നമ്മുടെ അനുഭവമല്ലേ ഏറ്റവും വലുത്. അതാണ് ഇവിടെ പറഞ്ഞത്. അവിടെ രാവിലത്തെ പക്ഷികളുടെ ശബ്ദം, ആൾക്കാരുന്ന കൃഷ്ണൻ ആ ഓടക്കുഴലിൽ ഇങ്ങനെ വിളിച്ചത് കാണുമ്പോൾ ഈ ഒരു ആംബിയൻസിൽ ഇനി ഇതപ്പോ ആ ഓടക്കുഴൽ വിളി ഞാൻ കേൾക്കുവോ? ചിലപ്പോ കേട്ടമാതിരി തോന്നും. അത് ഒരു ഭക്തന് അതൊക്കെ ഉണ്ടാവും, അനുഭവമൊക്കെ ഉണ്ടാവും. അതാ ഭക്തന്റെ ഭക്തി കൂടുതലായിട്ട് ഉയർത്തിക്കൊണ്ടുപോകും. മാത്രല്ല ഭഗവാനുള്ള ആ വിശ്വാസവും കൂടി വരും. ഇന്നലത്തെ പ്രഭാഷണത്തില് ബാബ ധ്യാനത്തിന് ഏറ്റവും പറ്റിയ സമയം ബ്രഹ്മമുഹൂർത്തമാണെന്ന് പറഞ്ഞിരിക്കുന്നു. പുലർച്ചെ 3 മണി മുതൽ 6 മണി വരെ. ഈ തരുച്ചായിൽ ഇരുന്ന് ധ്യാനിക്കുന്നത് ഒരു ആധ്യാത്മിക വിരുന്ന് തന്നെയാണ്. കാരണം സ്മരണ നമ്മെ പഴയ കാലങ്ങളിലേക്ക് ചിറകുകളിൽ വഹിച്ചു കൊണ്ടുപോകുന്നു. ഹിമാലയ സാനുക്കളിൽ ഗംഗാതടങ്ങളിൽ ധ്യാന വിലീനരായിരിക്കുന്ന കാലത്തേക്ക്, സാധനയിൽ നല്ല പുരോഗമനം ഉണ്ടാവുന്നവരെ ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് ഒരു കാലത്തേക്ക് നിത്യേന ധ്യാനം നടത്തുന്ന ശീലം നല്ലതാണെന്ന് ബാബ പറയുന്നു. ബാബ ഇത്ര കൂടി പറഞ്ഞു, ധ്യാനം ഒരു ഘടകം മാത്രമാണ്. ഭഗവാന്റെ നാമജപം ചെയ്ത് മനസ്സ് മധുരമാക്കിയിട്ടും ഓരോ ശ്വസനത്തിലും ആനന്ദം അനുഭവിക്കുവാനായിരിക്കണം ലക്ഷ്യം. ഇത്തരത്തിലുള്ള പ്രാണായാമം നമ്മുടെ ജീവിതത്തിൽ ഒരു അംശം തന്നെയായി തീരണം. അപ്പോഴേ നിങ്ങൾ യഥാർത്ഥമായി ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയാം. നമുക്കറിയാം, സാധാരണ നിലയിൽ നമ്മളൊക്കെ ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം. നമ്മളൊക്കെ ഒരു കാലത്ത് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് ചെയ്തവർ തന്നെയാണ്. എല്ലാ നഗര സങ്കീർത്തനത്തിനും എല്ലാ കാര്യങ്ങൾക്കും എത്ര മഴ ഉണ്ടെങ്കിലും ഒക്കെ നമ്മൾ എഴുന്നേറ്റിട്ട് അതൊരു വ്രതം മാതിരി എല്ലാം ഉപേക്ഷിച്ചിട്ട് നമ്മൾ ഭഗവാന്റെ ഭജനകളിലും ഭഗവാന്റെ രാവിലത്തെ നഗരസങ്കീർത്തനത്തിലും ധ്യാനത്തിലും ഒക്കെ നമ്മളിരുന്ന് കുറെ കാലം കഴിയുമ്പോഴേക്കും അതൊരു സമയത്തേക്ക് മാത്രമല്ലല്ലോ, അത് എല്ലാ സമയത്തും സകല സമയത്തും ഭഗവത് സ്മരണ ഉണ്ടായിക്കൊണ്ടിരിക്കുക.
അപ്പം ഉണ്ടാവുന്ന ഒരു ആനന്ദം അനുഭവിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് പിന്നെ അത് അഭ്യാസ സമയമൊക്കെ മാറി. അങ്ങനെയുള്ളവർക്ക്, ആദ്യമുള്ളവർക്ക് ഒരേ സമയത്ത് ഒരേ സ്ഥലത്ത് ഒരേ കാലത്ത് ഒക്കെ ഇരിക്കണം എന്നാണ് ആചാര്യന്മാർ പറയണത്. അത് അഭ്യസിക്കുമ്പോൾ അത്യാവശ്യമാണ്. അഭ്യാസം കഴിഞ്ഞ അവസരത്തിൽ ഇപ്പൊ ഇതിലിരിക്കുന്ന ഒരുപാട് പേര് എനിക്കറിയാം, ആ സ്റ്റേജൊക്കെ കഴിഞ്ഞവരാ. അവർക്ക് അങ്ങനെ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. അവരുടെ എന്തു കാര്യങ്ങളും സ്വാമിയെ അവലംബിച്ചായിരിക്കും. അതാണ് ധ്യാനം എന്ന് പറഞ്ഞാല്. ധ്യാനം എന്ന് പറഞ്ഞാൽ എപ്പോഴും എല്ലാ സമയത്തും ഈശ്വരനെ ഓർക്കാൻ സാധിക്കുക, കാണാൻ സാധിക്കുക. അപ്പൊ നമ്മളൊക്കെ ഒന്ന് ചിന്തിക്കുമ്പോഴേക്കും നമ്മുടെ മുമ്പിൽ ഭഗവാൻ വരികയാണ് ആ സ്വരൂപത്തിൽ. അപ്പൊ അങ്ങനെ കാണുമ്പോ അതന്നെ ധ്യാനം. കോൺസ്റ്റന്റ് ഇന്റഗ്രേറ്റഡ് അവയർനെസ്, നിരതിശയമായ സ്മരണ, അതാണ് ശരിയായ ധ്യാനം എന്നുള്ളത്. അതിന് അഭ്യാസമാണ് നേരത്തെ പറഞ്ഞത്. അപ്പം നമ്മൾ അങ്ങനെ ഇരിക്കുമ്പോൾ, അപ്പൊ നമ്മൾ ആദ്യകാലങ്ങളിലൊക്കെ ഞങ്ങളൊക്കെ കുറേ സമയങ്ങളിൽ ആ വടവൃക്ഷത്തിന്റെ അടിയിലൊക്കെ പോയിരുന്നു. വടവൃക്ഷത്തിന്റെ അടിയിലൊക്കെ ധ്യാനിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നതായിട്ടുള്ള അനുഭൂതികൾ ഒരുപാട്. അന്നൊന്നും നമുക്ക് അതിനെ അനലൈസ് ചെയ്യാനൊന്നും അറിഞ്ഞിരുന്നില്ല ആ ഏജിൽ. അന്ന് നമ്മൾ അവിടെ പോയിരുന്ന സുഖം കിട്ടും എന്ന് വിചാരിച്ച് അവിടെ പോയിരുന്ന് ധ്യാനിക്കുകയാണ്. അങ്ങനെ ധ്യാനിക്കുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യങ്ങളെ പറ്റി, അതെങ്ങനെയായിരിക്കാം, എന്തായിരിക്കാം, അത് കുണ്ടലിനിയുടെ ഉണരലാണോ, അത് ഏതെങ്കിലും ചക്രത്തിൽ എത്തിയതാണോ എന്നൊന്നും അറിയാനൊന്നും മനസ്സിലായിട്ടില്ല. അങ്ങനെ തുടങ്ങി വരുന്നതല്ലേ ഉള്ളൂ. ഇന്ന് നമുക്ക് ഓരോ സ്റ്റേജും ശരിക്കും മനസ്സിലാവുന്നുണ്ട്. ഇന്ന് നമുക്ക് എവിടേക്കാണ് നമുക്ക് പ്രകമ്പനങ്ങൾ ഉണ്ടാവുന്നത്, എവിടേക്കാണ് ആ ആത്മീയ സ്പർശം ഉണ്ടാവുന്നത്, അത് കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. കാലം കുറേയായി. ഒരു ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാലഘട്ടം മുഴുവൻ ഭഗവാനും ഭഗവാന്റെ കാര്യങ്ങളുമായിട്ട് വന്നു കഴിയുമ്പോൾ അതൊരു തപസ് തന്നെയല്ലേ ശരിക്കും. ഈ ഭൗതിക കാലത്തിൽ, ലൗകിക കാലത്തിൽ അങ്ങനെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ തപസ്സിന്റെ അനുഭവം തന്നെയല്ലേ. എവിടെ നിന്നിട്ടാ നമ്മൾ ചെയ്യണത്? ശരിക്കും പറഞ്ഞാൽ ശത്രുവിന്റെ കോട്ടയ്ക്കകത്ത് ഭൗതികമായ അങ്ങേയറ്റം അധപ്പതിച്ച് അങ്ങേയറ്റം ലൗകികതയിൽ മുങ്ങി നിൽക്കുന്നതായ ഒരു സമൂഹത്തില് നിന്നുകൊണ്ട് ആ സമൂഹത്തിലുള്ള മുഴുവൻ മാസ്മരിക കാഴ്ചകളും കണ്ടിട്ട് അതിലേക്ക് പിടിച്ചു വലിക്കുമ്പോൾ ആ വഴിയിൽ നിന്നൊക്കെ മാറിയിട്ട് നിശബ്ദമായിട്ട് എവിടെയെങ്കിലും ഇരുന്ന് ഇങ്ങനെ ആ ധ്യാനത്തിലും ചിന്തിച്ചിട്ടും വായിച്ചിട്ടും ഇങ്ങനെ കൊല്ലങ്ങൾ എത്ര കഴിഞ്ഞു. എന്തൊക്കെ അനുഭവങ്ങൾ, എന്തൊക്കെ വിഷമങ്ങൾ, മനസ്സ് ഏതൊക്കെ രീതിയിൽ അങ്ങടേക്കൊക്കെ പാഞ്ഞു. അതിൽ അസൂയ വന്നില്ലേ, വിദ്വേഷം വന്നില്ലേ, ദേഷ്യം വന്നില്ലേ, കഷ്ടത വന്നില്ലേ, ശാന്തിക്ക് വേണ്ടിയിട്ട് നമ്മൾ യാചിച്ചില്ലേ. അതിലെ കൂടെ എല്ലാ വൈതരണികളിലും തട്ടിയിട്ട് ഒരു സമഭാവന വരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മളിൽ പലർക്കും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോ അതാണ് സ്വാമി ഇവിടെ പറഞ്ഞ്, ധ്യാനം ഒരു ഘടകം മാത്രമാണ്. അത് നമ്മളെ ധ്യാനം നടത്തുന്നത് നല്ലതാണ്. അത് ഇങ്ങനെ ഭഗവാനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓരോ ശ്വാസത്തിലും വരുമ്പോൾ അതൊരു വലിയ പ്രാണായാമമായി മാറുന്നു. ഒരു മൂക്ക് അടച്ചിട്ട് ശ്വാസം വലിച്ച് മറ്റേ മൂക്ക് കൂടി വിടുക എന്നൊക്കെ പറഞ്ഞ അഭ്യാസം, അത് അറിയാൻ വേണ്ടി, അതല്ല ശരിയായിട്ടുള്ള പ്രാണായാമം. ഓരോ ശ്വാസത്തിന്റെ ഇടയിലും നമ്മൾ സ്വാമിയെ കണ്ടുകൊണ്ട് അത് നമുക്ക് ശീലാവും. കുറച്ച് കഴിഞ്ഞാൽ അതിൽ പോകുമ്പോൾ അതിലും വലിയ പ്രാണായാമം പിന്നെ എന്താ? ഓരോ നാമജപത്തിലും ഭഗവാനെ കണ്ടുകൊണ്ട് നാമം ചെല്ലാൻ സാധിച്ചാൽ, ഓരോ നാമജപത്തിൽ സമയത്തിലും നമ്മളെ കൈകളിലൊക്കെ വിശിഷ്ട പുഷ്പങ്ങളൊക്കെ ഉണ്ടായി ആ പാദങ്ങളിൽ അർച്ചിക്കാൻ സാധിക്കുക. അതൊക്കെ ഉണ്ടാവാനാണല്ലോ നമ്മൾ ഈ അഭ്യാസങ്ങളും സാധനങ്ങളും ഒക്കെ ചെയ്യുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ഒരു വലിയ അംശമായിട്ട് മാറുക ഈ പ്രക്രിയ. അപ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ജീവിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ എന്ന് പറയാം. അപ്പൊ ഞാനിതിപ്പോ ഇതിനു മുമ്പേയൊക്കെ വായിച്ചിട്ടുണ്ട്. ഇപ്പൊ വായിക്കുമ്പോ ഇതിപ്പോ ഞാൻ രണ്ടാമത്തെ ഇതൊക്കെ 2-3 പ്രാവശ്യങ്ങളൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞാ, പക്ഷെ ഇപ്പൊ വായിച്ചപ്പോഴാണ് ഈ ഒരു കാര്യം എൻ്റെ ഉള്ളിൽ സ്ട്രൈക്ക് ചെയ്തത്. കാരണം അത് അപ്പൊ ഈ അനുഭവങ്ങളില്ല. ഇപ്പൊ 50-52 കൊല്ലം ഭഗവാനിൽ മാത്രം നമ്മളെ എന്തൊക്കെ വേണ്ടെന്ന് വെച്ചു. നമ്മൾക്ക് പ്രൊമോഷൻസും നമ്മുടെ സംഗതികളും അതിനൊന്നും ഒരു താല്പര്യം കൊടുത്തിട്ടില്ല. അതൊക്കെ ചെയ്യുന്നത് സമാചാരമായിട്ട് ചെയ്തപ്പോഴും അതിലേക്ക് കയറി പോകാനുള്ള ആഗ്രഹമൊക്കെ കുറവായിരുന്നു.
പക്ഷെ നമ്മൾ അതിനേക്കാളൊക്കെ ഭഗവാന്റെ കാര്യത്തിനല്ലേ നമ്മൾ അപ്പോഴും പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ എപ്പോഴും ഭഗവാനെ വെച്ചുകൊണ്ട് നമ്മളെയൊക്കെ ഇപ്പോ ലക്ഷ്മമാഷ് ഉണ്ട് ഇതില്, രാജമാഷ് ഉണ്ടോ അറിയില്ല. ഞങ്ങളൊക്കെ എത്ര പ്രാവശ്യം കൂട്ടപ്പെടുത്തി പോയിട്ടുള്ളത്, നിന്നിട്ടുള്ളത് എന്നുള്ളത് ഞങ്ങളുടെ അടുത്ത് വല്ല കണക്കുണ്ട്? കണക്ക് കൂട്ടാൻ പറ്റുമോ? എത്ര ഞങ്ങൾ പോയിട്ട് ഇരുന്നിട്ടുള്ളത്? അന്നൊക്കെ പോണ സമയത്ത് ഉണ്ടാവുന്ന ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ എത്രയാണ്? ഒന്ന് മര്യാദയ്ക്ക് കടന്നിട്ടുണ്ടോ? ഉറങ്ങിയിട്ടുണ്ടോ? ഒന്ന് കുളിക്കാൻ സാധിച്ചിട്ടുണ്ടോ മര്യാദയ്ക്ക്? ഇന്നിപ്പോ ഒക്കെ വളരെ സുഖമായിട്ടുള്ള സംഗതിയാണ് നടന്നുകൊണ്ട്. അന്ന് അത് ഒരു വിധത്തിലും ഒരു സുഖവും സമാധാനവും ഇല്ല, ജീവിക്കാൻ യാതൊന്നും. പക്ഷെ നമ്മളതൊന്നും അറിഞ്ഞിരുന്നില്ല. ഞങ്ങളന്ന് ആ പോകുന്ന സമയത്ത് മുഴുവൻ സാമിയിലും മുഴുകി നിൽക്കുന്ന സമയം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ എത്തുമ്പോഴാണ് യഥാർത്ഥ ജീവിതമാവാൻ സാധിക്കുന്നുള്ളൂ. അതിപ്പോഴാണ് ആയിട്ടുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഈ ഒരു അവസ്ഥയിൽ ഇപ്പോഴാണ് ഞാനൊക്കെ എത്തിയിട്ടുള്ളത്. ഇനി ആയിട്ടില്ല, ഇനിയും മുന്നോട്ട് പോകാനുണ്ട്. എന്നാലും ഒരു കുറച്ച് പടവുകൾ കയറി ഉന്നതിയിലേക്കുള്ളത് എന്ന ഒരു ചാരിതാർത്ഥ്യം, അതിന് അനുഗ്രഹം ഉണ്ടായി ഭഗവാൻ തന്നു എന്ന ആ ഒരു വല്ലാത്തതായിട്ടുള്ള അനുഭൂതി. ഇത് ഇവിടെ ഞാൻ നിർത്തുകയാണ്. ഈ അനുഭൂതിയിൽ കൂടെ ഭഗവാൻ ഞങ്ങളെ ഭഗവാൻ ഇച്ഛിക്കുന്ന ലക്ഷ്യത്തിലേക്ക് ഭഗവാൻ ഇതുവരെ തന്നതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഇനിയും ഞങ്ങളെ വഴിതെറ്റിക്കാതെ, ഇനി വഴിതെറ്റാൻ നമ്മൾ അഹങ്കാരം പറയാൻ പാടില്ല, എന്നിരുന്നാലും ആ വഴിയിൽ ഭഗവാൻ നമ്മളെ ഒപ്പിച്ചു നിർത്തിയിട്ടുണ്ട്. അതിന് മാറാതെ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ആഖ്യാനം ഞാനിവിടെ നിർത്തട്ടെ. സായിരാം.